എൻ്റെ വലിയൊരു അഹങ്കാരമായിരുന്നു വീട്ടിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ നല്ല ആരോഗ്യത്തോടെ ഉണ്ടല്ലോ എന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ അഹങ്കാരം താഴെ ഇറക്കി വെക്കേണ്ടി വന്നു. ഞങ്ങളുടെ പള്ളി തിരുനാൾ തുടങ്ങുന്ന ദിവസം ഞങ്ങൾ പുതിയ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ച് പള്ളിയിൽ പോയി. അവിടെ വെച്ച് പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ. ഉടനെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു അറ്റാക്ക് ആയിരുന്നു എന്ന്. ഞങ്ങളുടെ പപ്പയുടെ അമ്മ ഞങ്ങൾ മമ്മി എന്നായിരുന്നു വിളിച്ചിരുന്നത്. മമ്മി എന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാവണം മമ്മിയുടെ ആഗ്രഹം പോലെ കിടന്ന് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അങ്ങ് പോയത്. ഞങ്ങളെ വിട്ടുപോകുന്നതിന് 2 ആഴ്ച മുമ്പ് സ്ട്രോക്ക് വന്നു. അതുവരെയും എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്തുകൊണ്ടിരുന്ന മമ്മിക്ക് അത് വലിയ സങ്കടമായി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളാരും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പോക്ക്. ആദ്യത്തെ 7 ദിവസം വലിയ കുഴപ്പമില്ലാതെ പോയി, വീട്ടിൽ കുടുംബക്കാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട്. പിന്നെയുള്ള ഓരോ ദിവസവും എവിടേക്കോ മമ്മിയെ മിസ് ചെയ്യാൻ തുടങ്ങി. മമ്മി രാവിലെ എണീക്കും, എന്നിട്ട് ഫ്രണ്ടിൽ ചെയറിട്ടൊരിപ്പാണ്. അന്ന് അങ്ങനെ ഇരിക്കുന്നതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് അവിടെ ശൂന്യമായി കിടക്കുന്നത് കാണുമ്പോൾ എന്തോ പോലെ. ഞങ്ങളുടെ കോളിംഗ് ബെൽ ചീത്തയായിട്ട് വർഷങ്ങളായി. പക്ഷെ ഇന്ന് വരെ അത് നന്നാക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഫ്രണ്ടിൽ ആര് വന്നാലും ഞങ്ങളെ അറിയിക്കാൻ ആളുണ്ടായിരുന്നു. മമ്മി കുടുംബത്തിലെ മൂത്ത മോളാണ്. മമ്മി എന്നും മമ്മിയുടെ അനിയത്തിമാരെ ഫോൺ ചെയ്യും. ഒരമ്മ മക്കളെ കരുതുന്നത് പോലെ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ വിളിച്ചു ചോദിക്കും. ഇന്നത്തെ കാലത്ത് ഞാൻ അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിൽ ഇത് കുറഞ്ഞുപോയി, അത് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് തമ്മി തല്ലുന്ന സഹോദരന്മാരുടെ ഇടയിൽ ഈ പ്രായത്തിലും അവരുടെ സ്നേഹം കാണുമ്പോൾ അസൂയ തോന്നിപ്പോവാറുണ്ട്. ഇനി നടക്കില്ലെന്നറിയാം, എന്നാലും അറിയാതെ ആഗ്രഹിച്ചു പോവുകയാണ് ആ ശബ്ദം ഒന്നുകൂടി ഒന്ന് കേൾക്കാൻ.